നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി. ജാമ്യം ലഭിച്ചിട്ടും ജയിലിന് പുറത്തിറങ്ങാതെയിരുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. കോടതിയോട് നിരുപാധികം മാപ്പ് ചോദിച്ച് ബോബി. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി LDF-ൽ തർക്കം. അവസാന ഒരു വർഷം പ്രസിഡന്റ് സ്ഥാനം തങ്ങൾക്ക് അർഹതപ്പെട്ടതെന്ന് CPI. പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷനിൽ വാക്ക് തർക്കത്തെ തുടർന്ന് സംഘർഷം. വടിവാൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് മിഠായി കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സംഭവത്തിൽ ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. മിഠായി കഴിച്ച് വിഷബാധയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത മിഠായികൾ വിപണിയിൽ സജീവം. ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാമവർമ്മപുരത്ത് നടന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിശിഷ്ടാതിഥിയായി. CPI ഒരുമനിയൂർ ലോക്കൽ സെക്രട്ടറിയുടെ വീടിന് നേരെ കല്ലേറ്. ഒരുമനിയൂർ മുത്തമ്മാവ് കിഴക്ക് വടക്കേപുരക്കൽ ചന്ദ്രന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AP മുഹമ്മദ് അലിയുടെ 3ാം ചരമ വാർഷിക അനുസ്മരണ സമ്മേളനം കൊരട്ടിക്കരയിൽ നടന്നു. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. 5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. മുപ്ലിയത്ത് ടൈൽ ഫാക്ടറിയിലാണ് കൊലപാതകമുണ്ടായത്. അന്യസംസ്ഥാന തൊഴിലാളി ജമാൽ ഹുസൈനാണ് പ്രതി. സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്പർദ്ധ വളർത്തുന്ന വീഡിയോ പ്രചരിപ്പിക്കുന്ന സംഭവത്തിൽ കേസെടുത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. സാമൂഹ്യ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള യുവാവിന്റെ പ്രവൃത്തി വീഡിയോയിൽ കണ്ടെത്തിയതോടെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയും യുവകലാസാഹിതിയും P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഗായിക സൈബുനിസ ഖാൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘ അംഗത്വ വിതരണ ക്യാമ്പയിൻ ആരംഭിച്ചു. പോർക്കുളം പഞ്ചായത്ത് പോസ്റ്റ് ഓഫീസ് യൂണിറ്റിലെ K തങ്കമണിക്ക് മെമ്പർഷിപ്പ് നൽകി AC മൊയ്തീൻ MLA ജില്ലാതല അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു. മച്ചാട് മാമാങ്കത്തിന്റെ ഭാഗമായി പുന്നമ്പറമ്പ് വിഭാഗത്തിന്റെ ദേശപ്പാന തിരുവാണിക്കാവിൽ സജ്ജമാക്കിയ പാനപ്പന്തലിൽ ആഘോഷിച്ചു. പൂജകൾക്ക് ക്ഷേത്ര മേൽശാന്തി സുരേഷ് എംബ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. മാളാപ്പുവത്തുശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിൽ തിരുനാളിന് നാളെ കൊടിയേറും. ഡോക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ കൊടിയേറ്റം നിർവഹിക്കും. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്ര മൈതാനിയിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ശാന്തി ബാബു അധ്യക്ഷത വഹിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ഈ മാസം 18 മുതൽ 20 വരെ ആഘോഷിക്കും. 20-ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിക്കും. നോവലിസ്റ്റ് K രഘുനാഥന്റെ പുതിയ രചനയായ അജ്ഞാതനാമ തൃശൂരിൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ KC നാരായണൻ രാജലക്ഷ്മി മാനഴിക്ക് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. 40ാമത് സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ ചാലക്കുടിയിൽ തുടക്കമാകും. ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ചാലക്കുടി പരിയാരം സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ഈ മാസം 17 മുതൽ 27 വരെ ആഘോഷിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന തിരുനാൾ കൊടിയേറ്റം ബിഷപ്പ് ജോയ് ആലപ്പാട്ട് നിർവഹിക്കും. കൊടകര മണ്ഡലം INTC-ക്ക് കീഴിലെ നിർമ്മാണ തൊഴിലാളികളുടെയും തയ്യൽ തൊഴിലാളികളുടെയും സംയുക്ത പൊതുയോഗം കൊടകരയിൽ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്ര മാറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് വരുണ പൂജയും മീനൂട്ടും നടത്തി. ക്ഷേത്രം തന്ത്രി സുകുമാരൻ ഞാറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചെങ്ങാലൂർ പള്ളിയിലെ പരിശുദ്ധ കർമ്മല മാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ 21, 22 തീയതികളിൽ ആഘോഷിക്കും. തിരുനാൾ ദിനത്തിൽ രാവിലെ നടക്കുന്ന ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ജാക്സൺ തെക്കേക്കര കാർമ്മികത്വം വഹിക്കും. കൊടുങ്ങല്ലൂരിലെ VP തുരുത്തിൽ തെരുവ് കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണം. പണവും വിൽപ്പന സാധനങ്ങളും കവർന്നു. പൊറത്തിശ്ശേരി ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ വേലാഘോഷം 17 മുതൽ 21 വരെ ആഘോഷിക്കും. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ജനുവരി 30-ന് ആഘോഷിക്കും.
കയ്പമംഗലം റാവു ബഹദൂർ വി ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ പ്രസിഡന്റായിരുന്ന സുധാംശു മോഹൻ, സെക്രട്ടറി AV വാട്സൺ എന്നിവരെ സമാജം പ്രവർത്തകർ ആദരിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകനും മത്സ്യത്തൊഴിലാളി കയ്പമംഗലം സഹകരണ സംഘം ബോർഡ് മെമ്പറുമായ AK അറുമുഖന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. കമ്പനിക്കടവ് കടപ്പുറത്ത് നടന്ന അനുശോചന യോഗത്തിൽ മണി കാവുങ്ങൽ അധ്യക്ഷനായി. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ ബിജു നാരായണൻകുട്ടി കൊടിയേറ്റ് നിർവഹിച്ചു. റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി തളിക്കുളത്ത് വാഹനയാത്രക്കാർക്ക് ലഘുലേഖ വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് അബ്സത്ത് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്തും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ AYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. AYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന ദിനം ആചരിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദ്യകാല പത്രപ്രവർത്തകനായ മൂർക്കനാട് സേവ്യർ അനുസ്മരണം നടന്നു. ശക്തി സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനം കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവുനായ ശല്യം വീണ്ടും കൂടുന്നു. പൂങ്കുന്നത്ത് 2 ദിവസങ്ങളിലായി 2 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വിരമിച്ച് 12 വർഷം കഴിഞ്ഞിട്ടും ജോലി ചെയ്ത കാലയളവിലെ ശമ്പളം പോലും ലഭിച്ചില്ലെന്ന് പരാതി. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ സമരത്തിനൊരുങ്ങി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപിക രമണി. വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അതിഥി തൊഴിലാളികൾക്കായുള്ള ക്ഷയരോഗ നിർണയ ക്യാമ്പും സാമ്പിൾ കളക്ഷനും സംഘടിപ്പിച്ചു. ക്യാമ്പ് വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് 8ാം തരം മുതൽ കോളേജ് തലം വരെ കുട്ടികൾക്ക് കായിക പരിശീലനം നിർബന്ധമാക്കണമെന്ന് നാട്ടിക ശ്രീനാരായണ കോളേജ് PTA അസോസിയേഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖാന്തരം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുമെന്ന് PTA അസോസിയേഷൻ തൃശൂരിൽ അറിയിച്ചു. കല്ലമ്പാറ ശ്രീ പതികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം നടക്കൽ പറ നടന്നു. ജപ്പാൻ ഷോട്ടോക്കൻ കരാട്ടെ അസോസിയേഷൻ ഇന്ത്യയുടെ 47ാമത് അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ശനി ഞായർ ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും. ശനിയാഴ്ച രാവിലെ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിൽ LDF അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്ഷയരോഗ മുക്ത കേരളം ക്യാമ്പയിൻ ഉദ്ഘാടനം തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പാവർട്ടി വെൺമനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് നടത്തി. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റജീന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഭക്ഷ്യ സംസ്കരണ സുസ്ഥിര വളർച്ചാ സമ്മേളനവും പ്രദർശനവും 2 ദിവസങ്ങളിലായി വെള്ളാനിക്കരയിലെ കേരള കാർഷിക സർവകലാശാലയിൽ നടക്കും. വെള്ളി ശനി ദിവസങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാട്ടൂരിൽ SFI പ്രവർത്തകർ ബസ് തടഞ്ഞു. തൃശൂർ റൂട്ടിലോടുന്ന പ്രണവം ബസ് വിദ്യാർത്ഥികളെ കയറ്റുന്നില്ലെന്ന് ആരോപിച്ചാണ് ബസ് തടഞ്ഞത്.
ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പൂമംഗലം പഞ്ചായത്തിൽ മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വാങ്ങിയ കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും പ്രവർത്തനോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ഇരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.